ഹലോ മക്കളെ, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ മക്കൾ, ഇപ്പോൾ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പാഠഭാഗത്തിൽ ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത്. റെഡിയല്ലേ? അതിനുശേഷം നമ്മൾ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കും. യൂണിറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ, ഫണ്ടമെൻ്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും ഉണ്ട്. അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പാഠഭാഗത്തിൽ. പിന്നെ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് ലെങ്ത്ത്. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് മാസിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞാൽ ടൈം, പിന്നെ വോളിയം, ദെൻ ഡെൻസിറ്റി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സും നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന ചില റൂൾസാണ്, റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റൂൾസ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ഏതൊക്കെയാണ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് നമുക്ക് ചില മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ നമുക്ക് 3 ആക്ടിവിറ്റി പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഒന്ന് മെഷറിംഗ് ദ തിക്നെസ് ഓഫ് പേപ്പർ യൂസിങ് എ സ്കെയിൽ, പിന്നെ മെഷറിംഗ് ദ വോളിയം യൂസിങ് എ മെഷറിംഗ് ജാർ, ദെൻ മെഷറിംഗ് ടൈം യൂസിങ് സ്റ്റോപ്പ് വാച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങൾ കാണും, 6 ഫിഗേഴ്സ് കാണാം അല്ലേ? ഈ 6 ഫിഗേഴ്സിലും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. മക്കളെ, ഒന്നാമത്തെ ഫിഗറിൽ ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ടേബിളിൽ തന്നിട്ടുണ്ട്, ലെങ്ത് ആണ്. സെക്കൻഡ് ഫിഗറിൽ മാസ്, തേർഡ് ഫിഗറിൽ അഗെയിൻ ലെങ്ത് ആണ്. ഫോർത്ത് ഫിഗറിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ടൈമാണ്. അടുത്തതിൽ പ്രഷറാണ്. ലാസ്റ്റിൽ ഈ ടെമ്പറേച്ചറാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി വേറെ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ഏരിയ, വോളിയം, സ്പീഡ്, വെലോസിറ്റി, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. ആദ്യം നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിക്കാം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. മറ്റു ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. മക്കളെ, പ്രധാനമായിട്ടും ദർ ആർ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഒന്ന് ലെങ്ത്, സെക്കൻഡ് വൺ ഈസ് മാസ്, തേർഡ് വൺ ഈസ് ടൈം, ഫോർത്ത് വൺ ഈസ് ടെമ്പറേച്ചർ, ഫിഫ്ത്ത് വൺ ഇലക്ട്രിക് കറണ്ട്, സിക്സ്ത് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് സെവൻത്ത് വൺ ഈസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ ഉൾപ്പെടാത്ത ബാക്കിയുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഏത് ക്വാണ്ടിറ്റീസ് ആയിരിക്കും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും. റെഡിയാണല്ലോ? ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഫിഗറുകൾ തന്നിട്ടുണ്ട്. ഈ ഫിഗറുമായി ബന്ധപ്പെട്ട് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത് അത് മാത്രം പഠിച്ചാൽ മതി. ഒന്നാമത്തെ കേസിൽ ഏരിയയാണ്, ബാക്കി രണ്ടിൽ നമ്മൾ വോളിയം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഏരിയ, അതുപോലെ വോളിയം, അതുപോലെ ഡെൻസിറ്റി. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ്. റെഡിയല്ലേ? ഓക്കെ, ഇനി ഇതാ വീണ്ടും കുറച്ച് ഫിഗറുകൾ തന്നിട്ടുണ്ട്. നമ്മോട് ചോദിക്കുകയാണ്, നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എഴുതും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റിലേക്ക് ഒരു യൂണിറ്റ് എഴുതാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഫിഗർ 1.1 നോക്കുക. ഫിഗർ 1.11 ഒരു സിലിണ്ടറിൻ്റെ ഫിഗർ കാണുന്നേക്ക് അവിടെ അല്ലേ? എന്താ അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന മക്കളെ? 14.2 കിലോഗ്രാം. കെ ജി എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ് കേട്ടോ. ഈ 14.2 കെ ജിയും എന്താ ഒരു തമ്മിലുള്ള വ്യത്യാസം? 14.2 എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുക. കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റാണ്. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ 2 പേരുണ്ടാവും. ഒന്ന് മാഗ്നിറ്റ്യൂഡും രണ്ടാമത്തത് അതിൻ്റെ യൂണിറ്റും. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കുറച്ച് ഫിഗറുകൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫിഗറിൽ മക്കളെ അവിടെ എന്താണ്, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി അവിടെ മെഷർ ചെയ്യുന്നത്? ടെമ്പറേച്ചറാണ്. അവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണ് നമ്മളതിൽ കാണുന്നത്? 37.8 ആണ്. അതിൻ്റെ യൂണിറ്റ് തന്നിരിക്കുന്നത് സെൽഷ്യസ് ആണ്.
അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് മെഷർമെൻറ്റ് അളക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ രേഖപ്പെടുത്തേണ്ടത്? 37.8 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത് നമ്മൾ നമ്മളോട് സ്വന്തമായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഫിഗർ 1.13 നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ മെഷർ ചെയ്യുന്നത് ഹൈറ്റാണ്. ഹൈറ്റ് അല്ലേ, അവിടെ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ ഏകദേശം ഒരു 164 കാണാം. യൂണിറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട് CM. CM എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ആണ്. നമ്മളിതിനെങ്ങനെ മാർക്ക് ചെയ്യും? 164 CM. അടുത്തത് മാസാണ് മെഷർ ചെയ്യുന്നത്. എത്രയാണ്? 1. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? 1 kg. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ രേഖപ്പെടുത്തുന്ന സമയത്തും ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, യൂണിറ്റും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് accepted universally to measure a physical quantity. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ്, ഒരു റെഫറൻസ് ആണ് ആര്? യൂണിറ്റ്. ഈ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. എ യൂണിറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്കറിയാം മക്കളെ, ഇൻ ദ പാസ്റ്റ്, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ കയ്യിൽ സ്കെയിലോ അല്ലെങ്കിൽ വെയിൻ ബാലൻസോ തെർമോമീറ്ററോ അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഈ ലെങ്ത്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചില മെത്തേഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ. അന്ന് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ യൂണിറ്റുകളാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്? അതെ, ഒന്നാണ് ഫൂട്ട്, പിന്നെ ക്യൂബിറ്റ്, ദെൻ ഹാൻഡ് സ്പാൻ. ഇതൊക്കെയായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വെർ ഓൾസോ യൂസ്ഡ് ഇൻ അതർ കൺട്രീസ്. വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ പ്രോബ്ലം ഓഫ് യൂസിങ് ദീസ് യൂണിറ്റ്സ്? പല വ്യത്യസ്ത യൂണിറ്റുകൾ പല രാജ്യങ്ങളിൽ നമ്മൾ പല രീതിയിലാണ് ഉപയോഗിക്കാറ്. ഇത്തരത്തിലുള്ള യൂണിറ്റ് മാറിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്ന്, ലോ ആക്യുറസി ആയിരിക്കും. 2, ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻ ടു അനലൈസ് മെഷർമെൻറ്റ്സ്. മൂന്നാമത്തത്, കൺഫ്യൂഷനും മിസ്കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കും. റെഡിയാണല്ലോ? ഓക്കെ, ഇനി നമുക്കറിയാം ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ മാറാൻ സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് യൂണിറ്റുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതായത് SI യൂണിറ്റ്, അതുപോലെ ലാർജർ യൂണിറ്റ്സ്, അതുപോലെ സ്മോളർ യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റുകൾ പറയേണ്ടത്. റെഡിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത് പഠിക്കാനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മക്കളെ ലെങ്ത്. ലെങ്ത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ആകെ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് മക്കളെ. ഒന്ന്, ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഡിൽ ഞാനിതാ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലെങ്ത്തിൻ്റെ കേസിൽ പഠിച്ചാൽ മതി. ഒന്ന്, SI യൂണിറ്റ്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? M. ഒരു സംശയമുണ്ട്, എന്താണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? SI എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും ഒരു SI യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരെക്കുറിച്ചാണ്? ലെങ്ത്തിനെ കുറിച്ചാണ്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്താണ് മക്കളെ? മീറ്ററാണ്. ഇനി വാട്ട് ആർ ദി ലാർജർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്? ലെങ്ത്തിൻ്റെ ലാർജർ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ്? അതാണ് ഒന്ന് കിലോമീറ്റർ, ദെൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ. ഇതിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ലെങ്ത്തിൻ്റെ സ്മോളർ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ. ഇതൊക്കെയാണ് ലെങ്ത്തിൻ്റെ സ്മോളർ യൂണിറ്റ്സ്. ഇവിടെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ SI യൂണിറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറേ ലെങ്ത്തിൻ്റെ യൂണിറ്റുകൾ തന്നിട്ട് അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഇതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടണം, ഏത് യൂണിറ്റാണ് വലുത്, ഏത് യൂണിറ്റാണ് ചെറുത് എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് വേണം കേട്ടോ. റെഡിയല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓരോ യൂണിറ്റുകളും തമ്മിൽ ചില റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റെഡിയാണല്ലോ? ഒന്നാമത്തെ റിലേഷൻ മക്കൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററിന് ഈക്വലാണ്? 100 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാണ്? 10 മില്ലിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാണ് മക്കളെ? 1000 മില്ലിമീറ്റർ. ഈ 3 യൂണിറ്റുകളിലും ഏറ്റവും ചെറുതാണ് മക്കളെ മില്ലിമീറ്ററാണ്. പിന്നെയോ സെൻറ്റിമീറ്റർ, പിന്നെയോ മീറ്റർ. റെഡിയല്ലേ? അതുപോലെ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ തിക്നെസ് പറയുന്നത് ഒരു യൂണിറ്റാണ് മൈക്രോമീറ്റർ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മൈക്രോമീറ്റർ ആണ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് അറൗണ്ട് 10 lakh മൈക്രോമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, റെഡി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്.
സോ നമ്മൾ സാധാരണ ഒരു ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്നൊരു യൂണിറ്റാണ് കിലോമീറ്റർ. ഈ കിലോമീറ്ററും മീറ്ററും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഹൗ മെനി മീറ്റേഴ്സ് ആർ 1 കിലോമീറ്റർ? സോ അത് മക്കളെ ആൻസർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, 1000 മീറ്റർ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. ഇവിടെ സാധാരണ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചില സ്മോളർ യൂണിറ്റ്, ലെങ്ത്തിൻ്റെ സ്മോളർ യൂണിറ്റിൻ്റെ വാല്യൂസ് ഒക്കെ തരും. ഫോർ എക്സാമ്പിൾ 1000 മില്ലിമീറ്റർ എന്നൊക്കെ തരും. അതിനെ നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ 1000 മില്ലിമീറ്ററിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് മീറ്ററാണ്, നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പോൾ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. 1000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആൻസർ എന്താ വരിക മക്കളെ? 1 മീറ്റർ. എന്താ വരിക? 1 മീറ്റർ. റെഡിയല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രീൻ ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഇതിൻ്റെ ഡെഫിനിഷൻസ് ചില എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു ദ സൺ. എർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള ഒരു ആവറേജ് ഡിസ്റ്റൻസിനെ നമ്മൾ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ് ഇത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് AU എന്നാണ്. റെഡി? അടുത്തൊരു യൂണിറ്റാണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ മക്കൾ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ എ ഇയർ ഇൻ വാക്വം. വാക്വത്തിൽ ലൈറ്റ് ഒരു വർഷം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണെന്ത്? ലൈറ്റ് ഇയർ. ഇതൊക്കെ ലെങ്ത്തിൻ്റെ ലാർജർ യൂണിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത്തുമായി ബന്ധപ്പെട്ട് എത്ര യൂണിറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത മക്കളെ? യെസ്, SI യൂണിറ്റ് മീറ്റർ ആണ്. സ്മോളർ യൂണിറ്റ്സ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ പറയാറുണ്ട്. ലാർജർ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? കിലോമീറ്റർ, ലൈറ്റ് ഇയർ, അതുപോലെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. റെഡിയാണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ലെങ്ത്തിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. പഠിക്കാനുള്ള അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാസ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ എ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. മാസിൻ്റെ യൂണിറ്റ്സ്, മാസുമായി ബന്ധപ്പെട്ട് മാസിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം, റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ kg ആണ്. ഇനി മാസിൻ്റെ ലാർജർ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ടണ്ണ്, അതുപോലെ കിൻഡൽ. ഇതൊക്കെ മാസിൻ്റെ വലിയ വലിയ യൂണിറ്റുകളാണ് കേട്ടോ. സ്മോളർ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്. റെഡിയല്ലേ? ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു റിലേഷൻ നമുക്ക് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിലേക്ക് വീണ്ടും തിരിച്ചു വരാം. മാസുമായി ബന്ധപ്പെട്ട ഒരു റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസ് മക്കൾ നോക്കൂ, 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാമിന് ഈക്വലാണ്? 1000 മില്ലിഗ്രാം. സോ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാം മക്കളെ? 1000 മില്ലിഗ്രാം ആണ് കേട്ടോ. അതുപോലെ മറ്റു റിലേഷൻസ്, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാമാണ്? 10 lakh മില്ലിഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാം. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? 100. 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. ഓക്കെ അല്ലേ? ഈ 4 യൂണിറ്റുകളിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാ മക്കളെ? ടണ്ണാണ്. അതിനേക്കാളും ചെറുത് കിൻഡൽ, അതിനേക്കാളും ചെറുത് കിലോഗ്രാം, അതിനേക്കാളും ചെറുത് ഗ്രാം, അതിനേക്കാളും ചെറുത് മില്ലിഗ്രാം. ഇവിടെയും അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ടൈമാണ്. ടൈമിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ടൈമിലാകെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇറ്റ്സ് സിമ്പിൾ ഈസ് സ്മോൾ ലെറ്റർ S ആണ്. ഇനി ടൈമിൻ്റെ അതർ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? മിനിറ്റ് ഉണ്ട്, ഹവർ ഉണ്ട്. നമുക്ക് അതിൻ്റെ റിലേഷൻഷിപ്പ് നോക്കാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ് മക്കളെ? 60 സെക്കൻഡ്. ഒരു ഹവർ എന്ന് പറഞ്ഞാലോ 3600 സെക്കൻഡാണ്. 3600 സെക്കൻഡ് എങ്ങനെ കിട്ടി? 1 ഹവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണല്ലോ. ദാറ്റ് ഈസ് 60 ഇൻറ്റു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണല്ലോ. സോ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1 ഹവർ ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 3600 സെക്കൻഡ്. ഇവിടെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ കൺവേർട്ട് 5 ഹവർ ഇൻറ്റു സെക്കൻഡ് അല്ലെങ്കിൽ ഇൻറ്റു SI യൂണിറ്റ്. അപ്പോൾ 5 ഹവറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? 1 ഹവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് അല്ലേ? അപ്പോൾ 5 ഹവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ഇൻറ്റു 3600. ആ രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് വോളിയമാണ്. വോളിയത്തിൻ്റെ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം അതിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ. അതിൻ്റെ സിമ്പിൾ എന്താണ് മക്കളെ? മീറ്റർ ക്യൂബ്. റെഡിയാണല്ലോ? ഇനി വോളിയത്തിൻ്റെ അതർ യൂണിറ്റ്സ് ആണ് ലിറ്റർ, അതുപോലെ മില്ലി ലിറ്റർ ഒക്കെ, അതുപോലെ സെൻറ്റിമീറ്റർ ക്യൂബ്. അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. അതുപോലെ 1 ലിറ്ററിന് എന്തിന് ഈക്വലാണ്? 1000 മില്ലി ലിറ്ററിനും ഈക്വലാണ്. ഈ റിലേഷനിൽ നമുക്കൊരു റിലേഷനിലേക്ക് എത്താൻ പറ്റുമല്ലോ. എന്താണത്? 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 മില്ലി ലിറ്റർ. 1 സെൻറ്റിമീറ്റർ ക്യൂബും 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാലും തുല്യമായിരിക്കും കേട്ടോ. റെഡി? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വോളിയത്തിൽ പഠിക്കാനുള്ളത്. ഇനി ലാസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കണം. എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. റെഡി? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്.
എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ ദി യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ യൂണിറ്റ് പറയുന്ന പേരാണെന്ത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്. നമുക്കറിയാം ദർ ആർ ടോട്ടൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എത്ര ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും മക്കളെ? 7. റെഡിയാണല്ലോ? അതിൻ്റെ ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം SI യൂണിറ്റ്സ്. ഇത് കാണാം, കണ്ടല്ലോ? SI യൂണിറ്റിൻ്റെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. റെഡി? ഓക്കെ, നമുക്ക് പഠിക്കാം ഏതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾക്ക് ഇവിടെ പേജ് നമ്പർ 17 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതവിടെ കൊടുത്തിരിക്കുന്നു. 7 ബോക്സുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ 7 ബോക്സുകൾ, ഓരോ ബോക്സിലും 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇനി ഏറ്റവും അടിയിലുള്ളത് അതിൻ്റെ യൂണിറ്റാണ്. സെൻറ്ററിൽ എഴുതിയിരിക്കുന്നതിൻ്റെ സിമ്പിളാണ്. ആ രീതി തന്നെ നിങ്ങൾ പഠിക്കണേ. അപ്പോൾ ആദ്യം നിങ്ങൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി 1 by 1 പഠിക്കാം. ഒന്നാമത്തെ ലെങ്ത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അതിൻ്റെ സിമ്പിൾ എന്താണ്? സ്മോൾ ലെറ്റർ M. അടുത്തത് മാസ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ kg. ടൈമിൻ്റെ യൂണിറ്റ് മക്കളെ സെക്കൻഡാണ്. അതിൻ്റെ സിമ്പിൾ S ആണ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ ആണ്. അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ K ആണ്. ഇലക്ട്രിക് കറണ്ട് അതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ A ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിൻ്റെ യൂണിറ്റ് മക്കളെ മോൾ ആണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിമ്പിൾ ഏതാണ്? MOL. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് കാൻഡില എന്നാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് CD എന്നാണ്. ഇതെല്ലാവരും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റെഡി അല്ലേ? അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്? SI യൂണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്? SI യൂണിറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന്, ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്. അവർ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. രണ്ടാമത്തത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. ഇനി യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ്. മറ്റെല്ലാ യൂണിറ്റുകളും കണ്ടെത്തുന്നത് ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. റെഡി? ആയതെങ്കിൽ 2 പോയിൻറ്റ്സ് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോവാം. ഡിറൈവ്ഡ് യൂണിറ്റ്സ്. എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്? ഡിറൈവ്ഡ് യൂണിറ്റ്സിന് മക്കളെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൈഡിൽ ഞാൻ വേറെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. വളരെ എളുപ്പമുള്ള ഡെഫിനിഷൻ അല്ലേ? ജസ്റ്റ് ഒന്ന് അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. പ്രധാനമായിട്ടും 3 ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ഏരിയ, പിന്നെ വോളിയം, പിന്നെ ഡെൻസിറ്റി. അതിൻ്റെയൊക്കെ യൂണിറ്റ് പഠിച്ചു വെക്കണം. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഏരിയയുടെ ഇക്വേഷൻ എന്താണ് മക്കളെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഏരിയയുടെ യൂണിറ്റ് കണ്ടെത്താം. ലെങ്ത്തിൻ്റെ യൂണിറ്റ് M അല്ലേ? ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റ് M അല്ലേ? M മീൻസ് മീറ്റർ കേട്ടോ. രണ്ടും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ എന്നാണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് വരിക മീറ്റർ ക്യൂബ് എന്നാണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരിക കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. റെഡിയാണല്ലോ? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ റൂൾസ് ഫോർ റൈറ്റിംഗ് ദ യൂണിറ്റ്സ്. ഒരു യൂണിറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില റൂൾസ് ഉണ്ട്. ഞാനിവിടെ ഒരു ചെറിയൊരു PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ PDF കൂടി ഒന്ന് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പരിഗണിക്കാം. ടോട്ടൽ 10 റൂൾസ് ഇതിൻ്റെ ബേസിൽ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്നാമത്തത്, ദ സിമ്പിൾസ് ഓഫ് യൂണിറ്റ്സ് ആർ നോർമലി. ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിൽ തന്നെ ഒന്ന് മുന്നോട്ട് പോവാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമുക്ക് ടെക്സ്റ്റിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, ടെക്സ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കാം. റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ്. നമ്മൾ യൂണിറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ടല്ലോ ടേബിൾ 1.10. ഒന്നാമത്തെ പോയിന്റ് മക്കളെ, ഇവിടെ സൈഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 1000 kg/m³. ഇവിടെയൊക്കെ ക്യാപിറ്റലിലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താ? യൂസ് ലോവർ കേസ് ഓഫ് ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. എപ്പോഴും യൂണിറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കേസ് ശ്രദ്ധിച്ച് നോക്കുക മക്കളെ. KGS എന്നൊക്കെ കൊടുത്തിട്ടില്ലേ? ഇങ്ങനെ എഴുതാൻ പാടില്ല. അതായത് ഡോണ്ട് യൂസ് പ്ലൂറൽ ഫോം ഓഫ് യൂണിറ്റ്. ഈ യൂണിറ്റുകളുടെ പ്ലൂറൽ ഫോം ഒരിക്കലും ചെയ്യരുത്, നമ്മൾ യൂസ് ചെയ്യരുത്. അടുത്ത് നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ റൂള്. നമ്മളൊരു മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് എഴുതുന്ന സമയത്ത് അവർക്കിടയിൽ എന്ത് വേണം? സ്പേസ് വേണം. സോ കീപ്പ് എ സ്പേസ് ബിറ്റ്വീൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ്. അതാണ് മൂന്നാമത്തെ റൂൾ വരുന്നത്. നാലാമത്തെ റൂളായിട്ട് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും 1000 kg/m/m/m/m. കുറേ സ്ലാഷുകൾ കൊടുത്തുകൊണ്ടോ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നെവർ യൂസ് മോർ ദാൻ 1 സ്ലാഷ്. നമ്മളൊരു മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് എഴുതുന്ന സമയത്ത് ഒന്നിലധികം സ്ലാഷുകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. റെഡി? ഇനി അടുത്ത ജനറൽ റൂൾ എന്താ മക്കളെ? ശ്രദ്ധിച്ചു നോക്കൂ. ഡു നോട്ട് മിക്സ് എ സിമ്പിൾ ഓഫ് യൂണിറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ യൂണിറ്റ്. ഒരിക്കലും സിമ്പിളും അതുപോലെ യൂണിറ്റിൻ്റെ നെയിമും കൂടി ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഒന്നെങ്കിൽ ഫുള്ള് സിമ്പിൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മൊത്തം നെയിം ഓഫ് ദി യൂണിറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ നോക്കാം.
ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കേസിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയല്ലേ, ഇത് തെറ്റാണ്. പകരം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1000 kg/m³. ഫുള്ള് സിമ്പിളല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതുന്ന സമയത്ത് ഒന്നെങ്കിൽ ടോട്ടലി യൂണിറ്റിൻ്റെ സിമ്പിൾസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ. അടുത്തത് ഇപ്പോൾ 1 kg 500 gram എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മാസിൻ്റെ യൂണിറ്റാണ്. പക്ഷേ രണ്ട് സെപ്പറേറ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. ഡു നോട്ട് യൂസ് മോർ ദാൻ 1 യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതാണ് നമ്മുടെ ആറാമത്തെ റൂളായിട്ട് വരുന്നത്. ഏഴാമത്തെ റൂൾ പറയുന്നത് ഇപ്പോൾ യൂസ് ഓൺലി ലോവർ കേസ് ലെറ്റേഴ്സ് വെൻ റൈറ്റിംഗ് ദ നെയിം ഓഫ് ദ യൂണിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് സിമ്പിൾസ്. നമ്മൾ യൂണിറ്റുകൾ പേരുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഫുൾ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. ഫസ്റ്റ് ലെറ്റർ ഒന്നും ക്യാപിറ്റലാക്കി എഴുതാൻ പാടില്ല. റെഡിയല്ലേ? ഓക്കെ. ഇനി ചില പ്രത്യേക ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫോർ എക്സാമ്പിൾ നോക്കുക, ടേബിൾ 1.11 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെ മക്കളെ? ഫോഴ്സ്, ലെങ്ത്ത്, എനർജി അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ള യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എൻ ആണോ സ്മോൾ ലെറ്റർ എൻ ആണോ? അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്യാപിറ്റൽ എൻ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂണിറ്റുകളൊക്കെ നമ്മൾ വന്നിരിക്കുന്നത് ചില സയൻറ്റിസ്റ്റുകളുടെ പേരിൽ നിന്നാണ്. ഓക്കെ, ചില ഇൻഡിവിജ്വൽസിൻ്റെ പേരിൽ നിന്നാണ്. അത്തരം യൂണിറ്റുകൾ നമ്മൾ ക്യാപിറ്റൽ സിമ്പിളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. ഒരു എക്സാമ്പിളാണ് ന്യൂട്ടൺ, അത് നമ്മൾ ക്യാപിറ്റൽ എൻ ഉപയോഗിക്കണം. കെൽവിൻ ക്യാപിറ്റൽ കെ ഉപയോഗിക്കണം. ആംപിയർ ക്യാപിറ്റൽ എ ഉപയോഗിക്കണം. വോൾട്ട് ക്യാപിറ്റൽ വി ഉപയോഗിക്കണം. ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് കേട്ടോ. അതുപോലെ ലെങ്ത്തിൻ്റെ കേസിൽ നിങ്ങൾ കണ്ടോ, കറക്റ്റ് മെത്തേഡും ഇൻകറക്റ്റ് മെത്തേഡും എന്ന് കണ്ടോ? നമ്മളൊരു യൂണിറ്റ് ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യരുത്? ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇടാൻ പാടില്ല. അതുപോലെ നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യണം. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, എനർജിയുടെ യൂണിറ്റ് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്നാണ്. അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? രണ്ട് യൂണിറ്റുകൾ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ എന്ത് വേണം മക്കളെ? ചെറിയൊരു സ്പേസ് വേണം, അല്ലെങ്കിൽ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ ഇതും കൂടി ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, റെഡി. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഏതാണ്? മെഷറിംഗ്. സ്ക്രീനിൽ കാണാം കുറച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. മെഷറിംഗ് ടേപ്പ്, അതുപോലെ സ്കെയില്, വെയിങ് ബാലൻസ്, തെർമോമീറ്റർ, സ്റ്റോപ്പ് വാച്ച്, മൾട്ടിമീറ്റർ, ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അതുപോലെ മെഷറിംഗ് ജാർ, ഫ്ലാസ്ക്, ഇതൊക്കെയാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നത്. റെഡിയാണല്ലോ? ഓക്കെ, ഇവിടെ ടെക്സ്റ്റിൽ കാണാം സ്കെയില്, ടേപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏതൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും എല്ലാ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനും ഒരു ലീസ്റ്റ് കൗണ്ട് ഉണ്ടാവും, ഒരു ചെറിയൊരു വാല്യൂ ഉണ്ടാവും, അതിന് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഉണ്ടാവും. ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് എൻ ഇൻസ്ട്രുമെൻറ്റ്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു വാല്യൂ ഉണ്ടാവില്ല മക്കളെ, അതിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ലീസ്റ്റ് കൗണ്ട്. റെഡി? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ് മക്കളെ? 0.1 സെൻറ്റിമീറ്റർ. അത് എന്തിന് ഈക്വലാണ്? 1 മില്ലിമീറ്ററിന് ഈക്വലാണ്. റെഡി? ഇനി ടെക്സ്റ്റിൽ പറയുന്നത് ചില ആക്ടിവിറ്റീസാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മക്കളെ മെഷറിംഗ് ദ തിക്നെസ് ഓഫ് പേപ്പേഴ്സ് യൂസിങ് എ സ്കെയിൽ. നമ്മുടെ കയ്യിൽ ഒരു കെട്ട് പേപ്പർ തന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ നമുക്ക് ഒരു സിംഗിൾ പേജിൻ്റെ ഒരൊറ്റ പേജിൻ്റെ തിക്നെസ് നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? അത് മെഷർ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, തിക്നെസ് ഓഫ് 1 പേപ്പർ ഈസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് ദി പേപ്പർ സ്റ്റോക്ക്. മൊത്തം പേപ്പർ കെട്ടിൻ്റെ തിക്നെസ് ആദ്യം കണ്ടെത്തുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ്. എന്നിട്ട് അതിനെ നമ്പർ ഓഫ് പേപ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ചിത്രം പ്രകാരം നമുക്ക് കാണാം 5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ തിക്നെസ്, ടോട്ടൽ തിക്നെസ്. നമ്പർ ഓഫ് പേജ് അറൗണ്ട് ഒരു 50 ഉണ്ടെന്ന് കരുതിക്കോളും. അപ്പോൾ ഒരു പേപ്പറിൻ്റെ തിക്നെസ് എത്രയായിരിക്കും? 5 ഡിവൈഡഡ് ബൈ 50. റെഡിയല്ലേ? അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത് മെഷറിംഗ് ദ വോളിയം യൂസിങ് എ മെഷറിംഗ് ജാർ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ദ വോളിയം യൂസിങ് എ മെഷറിംഗ് ജാർ. ഒരു മെഷറിംഗ് ജാർ ഉപയോഗിച്ചുകൊണ്ട് വോളിയം മെഷർ ചെയ്യണം. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആരുടെ വോളിയം എന്നറിയോ? ഒരു സ്റ്റോണിൻ്റെ വോളിയാണ്, കല്ല്. എങ്ങനെയാണത് ചെയ്യുക? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഒരു മെഷറിംഗ് ജാർ എടുക്കണം. മെഷറിംഗ് ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യണം. എന്നിട്ട് ആ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുക. നമുക്ക് ചിത്രത്തിൽ കാണാം അറൗണ്ട് എത്രയാണ് മക്കളെ ലെവൽ? 50 മില്ലി അല്ലേ? ഓക്കെ, മെഷറിംഗ് ജാറുകൾക്കൊക്കെ അതിൻ്റെ യൂണിറ്റ് അടയാളപ്പെടുത്തുന്നത് മില്ലി ലിറ്ററിലാണ് കേട്ടോ. എത്രയാണ്? മില്ലി ലിറ്റർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 50 മില്ലി ലിറ്ററാണ്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മക്കളെ? സ്റ്റോൺ ഇറക്കി വെക്കുക. സ്റ്റോൺ ഇറക്കി വെക്കുന്ന സമയത്ത് ആ വാട്ടർ ലെവൽ ഇൻക്രീസ് ആകുമല്ലോ. യെസ്,
വാട്ടർ ലെവൽ ഇൻക്രീസ് ആവുന്ന സമയത്ത് ആ വാല്യൂയും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക 75 മില്ലി ലിറ്റർ. റെഡിയാണല്ലോ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സ്റ്റോണിൻ്റെ വോളിയം എന്തായിരിക്കും? വി ക്യാൻ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ സ്റ്റോൺ വിച്ച് ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ്. എത്രയാണ് വാട്ടർ ഡിസ്പ്ലേസ് ആയത് ആ അളവായിരിക്കും സ്റ്റോണിൻ്റെ വോളിയം. അപ്പോൾ ആൻസർ എന്താ വരും മക്കളെ? 75 മൈനസ് 50, ആൻസർ എന്ത് വരും? 25 മില്ലി ലിറ്റർ. റെഡിയാണല്ലോ? യെസ്. ഇനി ഇവിടെ 2 ചോദ്യങ്ങളും കൂടി കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. വാട്ട് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മെഷറിംഗ് ജാർ? മെഷറിംഗ് ജാറുകളിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണ്? മില്ലി ലിറ്റർ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി മെഷറിംഗ് ജാർ? ഒരു മെഷറിംഗ് ജാറിൻ്റെ ഏറ്റവും ലീസ്റ്റ് കൗണ്ട് എത്രയായിരിക്കും? അതായത് 1 മില്ലി ലിറ്റർ ആണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വരുന്നത്. റെഡി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് മെഷറിംഗ് ടൈം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ടൈം മെഷർ ചെയ്യാം. നമുക്കിവിടെ ഒരു സിമ്പിൾ പെൻഡുലം കാണാൻ പറ്റും. ഈ സിമ്പിൾ പെൻഡുലം ആക്ച്വലി ഒരു ഓസിലേറ്ററി ടൈപ്പ് ഓഫ് മോഷനാണ്. നമുക്ക് സ്വിങ് അറിയാമല്ലോ, ഊഞ്ഞാൽ. സ്വിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ മോഷൻ ഉണ്ടാവുക? ഒന്നും ടു ആൻഡ് ഫ്രോം, മുന്നോട്ടും ബാക്കോട്ടും ടൈപ്പ് ഓഫ് മോഷൻ അല്ലേ? അതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്പർ ഓഫ് ഓസിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ പറയുന്നത് 10 ഓസിലേഷൻ, അതായത് ഈ ബോൾ ഈ പെൻഡുലത്തിൻ്റെ 10 ഓസിലേഷൻ എടുക്കുന്ന ടൈം നമുക്ക് മെഷർ ചെയ്യണം. അത് നമ്മൾ എന്താ ചെയ്യുക? നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് എടുക്കാം. ഓക്കെ, ഓരോ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യുക, അപ്പോൾ കൗണ്ട് ചെയ്യുക, ടോട്ടൽ 10 ആവുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈം കിട്ടും. റെഡിയാണല്ലോ? ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ മൊത്തം ഈ ചാപ്റ്ററിൽ കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗം. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ദെൻ അതിൻ്റെ യൂണിറ്റ്സ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, പിന്നെ അതിൻ്റെ യൂണിറ്റ്സ്, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് 5 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിസ്കസ് ചെയ്തു. ലെങ്ത്ത്, മാസ്, ടൈം, അതുപോലെ വോളിയം, ഡെൻസിറ്റി, അതിൻ്റെയൊക്കെ SI യൂണിറ്റ്, ലാർജർ യൂണിറ്റ്, സ്മോളർ യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്തു. പിന്നെ റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ ലീസ്റ്റ് കൗണ്ട് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗം കേട്ടോ മക്കളെ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി മക്കളെ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ LHS-ലെ 1ാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ പിക്ക് ഔട്ട് ദി ഓഡ് വൺ. ഓഡ് വണ്ണ് നമ്മളോട് പിക്ക് ചെയ്യാൻ പറയും. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. റിലേഷൻഷിപ്പ് വിത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് യൂണിറ്റുകൾ തന്നിട്ട് അതിൻ്റെ റിലേഷൻ കണക്ട് ചെയ്തിട്ട് എഴുതാൻ ചോദിക്കാം. ഓക്കെ, പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇതിന് അസെൻഡിങ് ഓർഡർ, കുറച്ച് യൂണിറ്റ്സ് തന്നിട്ടില്ലേ, അതിനെ അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിക്കാനൊക്കെ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. പിന്നെ അതുപോലെ ഡെഫിനിഷൻസ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ചു വെക്കണം. പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ്, അതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ ഇപ്പോൾ ലാർജർ യൂണിറ്റ്സ്, സ്മോളർ യൂണിറ്റ്സ്, അതിൻ്റെയൊക്കെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളൂ.